സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബന്ദിയോട് മുതൽ ഉപ്പള വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളെ, നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ബന്ദിയോട് ഓവർപാസ് വരെ ആയിരുന്നു വീഡിയോ അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് ബന്ദിയോട് ഈ ഓവർപാസിൻ്റെ നമ്മുടെ ഒരു സൈഡ് ഈ സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് അതിൻ്റെ അവസാനഘട്ട കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത ഭാഗമാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിഭാഗങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വർക്ക് പിന്നെ ഇവർക്ക് സ്പീഡാക്കാൻ കഴിയുന്നില്ല. കാരണം മഴ നല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം രാത്രി നല്ല മഴയും ബാക്കി സമയത്ത് മഴയില്ലാതെയും, അതായത് മഴ പെയ്തും പെയ്യാതിരിക്കുകയും ചെയ്യുന്നൊരു ഇപ്പോൾ ഒരു ഇലാന്നുള്ളത്. അപ്പം ഈ ഭാഗത്ത് ഇപ്പം ഓരോ സൈഡ് ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഇനി സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് കോൺക്രീറ്റ് സ്പ്രേ ചെയ്യാൻ ബാക്കിയുണ്ട് എൻ്റെ ഇടതുവശത്ത്. പിന്നീടുള്ളത് നമ്മുടെ കുക്കാർ പാലത്തിൻ്റെ വർക്കാണ്. കുക്കാർ പാലത്തിൻ്റെ വർക്ക് കുറച്ച് നീണ്ട് പോയിട്ടുണ്ട്. അതായത് കുമ്പള പാലത്തിൻ്റെ പൈലിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുക്കാർ പാലത്തിൻ്റെ പൈലിങ് ആരംഭിച്ചത്. ആകെ 2 സ്പാൻ, അതായത് 2 സ്പാൻ തന്നെങ്കിൽ ഒരു സ്പാനിലുള്ള 3 വരി പാത, അല്ല 6 വരി പാതയാണ്. ഒരു സ്പാനിലാണ് ഈ കുക്കാർ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുള്ളത്. ആ കുക്കാർ പാലത്തിനുള്ള ഈ അപ്രോച്ച് സ്ലാബിൻ്റെ പൈലിംഗ് ആണ് നേരത്തെ, അതായത് കുമ്പള പാലത്തിന് ശേഷമുള്ള ഈ പൈലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കുക്കാർ പാലത്തിൻ്റെ പൈലിംഗ് ആരംഭിച്ചത്. അപ്പോൾ കുമ്പള പാലത്തിൻ്റെ ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിലെത്തി. അതായത് നമ്മുടെ ഈ പിയർ ക്യാപ്പും കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഗർഡറുകൾ വരെ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലെത്തി. എന്നിട്ടും ഈ കുക്കാർ പാലത്തിൻ്റെ വർക്ക് ഇതുവരെയും, അതായത് പൈലിംഗ് കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടില്ല. അതായത് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്, ഒരു വശത്തെ 3 വരി പാതയുടെ കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്തെ 3 വരി പാതയുടെ ഒരു ഭാഗമാണ് കഴിയാൻ ബാക്കിയുള്ളത്. എന്താണ് സ്ലോ ആയതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഭാഗത്ത് വർക്ക് വളരെ ലാഗായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ പക്ഷേ കുറച്ച് സ്പീഡായിട്ടുണ്ട്. നേരത്തെ കുറച്ച് ഇതായിരുന്നു. അപ്പം ഗർഡറുകളൊക്കെ നേരത്തെ സെറ്റാക്കി കഴിഞ്ഞതാണ്. ഈ ഭാഗത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കടൽക്കാക്ക, വലിയൊരു കടൽക്കാക്ക വന്നിട്ട് നമ്മളെ ഡ്രോണിനെ കൊത്താനെല്ലാം നോക്കി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് അതിൻ്റെ വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവസാനത്തിൽ. അപ്പം ഈ ഭാഗത്ത് പിന്നെ സീബ്ര മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ വർക്കൊക്കെ പെയിൻറ്റിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലത്തിൻ്റെ ഗർഡറുകൾ വർക്കാണ് നടക്കേണ്ടത്. അപ്പോൾ ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു 6 വരി പാതയിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും. അതായത് ഓവർപാസ് വരെ. ഓവർപാസിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അതും കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ സർവീസ് റോഡിലൂടെ പോകുന്നത് കുറച്ച് ഇനി ശമനം ഉണ്ടാവും. അപ്പം ഇപ്പോൾ ഈ കുക്കാർ പാലം കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ ഉപ്പള മേൽപ്പാലത്തിൻ്റെ വർക്കാണ്. പിന്നെയുള്ളത് നമ്മുടെ കൈക്കമ്പ അണ്ടർപാസിൻ്റെ വർക്കാണ്. കൈക്കമ്പ അണ്ടർപാസിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ കുക്കാർ പാലത്തിൻ്റെ വർക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാം, ഒരു സൈഡ് അപ്രോച്ച് സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. കാണാം ഒരു വശത്ത്. അപ്പം നല്ല സ്പീഡിൽ വർക്ക് ഒരു വശത്ത് നടന്നിട്ടുണ്ട്. ഈ വശത്ത് നേരത്തെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. മറുവശത്താണ് കുറച്ച് ലാഗായത്. എന്തെന്ന് മനസ്സിലാകുന്നില്ല, അത്ര കാരണം എന്തും മനസ്സിലാകുന്നില്ല. അപ്പം
ഒരു വശത്ത് 3 വരി പാതയുടെ ഇത് കഴിഞ്ഞിട്ടുണ്ട്, അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക്. മറുവശത്തും കൂടി വർക്കാണ് കഴിയാനുള്ളത്. ഇനി അതും കഴിഞ്ഞാൽ വർക്ക് സ്പീഡാവും. പിന്നെ ഗർഡർ വെച്ച് പിന്നെ ബാക്കിയുള്ള സ്പാനിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള പിന്നെ മണ്ണിട്ട് ബാക്കി ഫില്ല് ചെയ്യേണ്ട വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത്. ഇനി കുറച്ചും കൂടി ഈ ഭാഗത്തെ റോഡ് ടാറിങ് വർക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ വർക്ക് കഴിഞ്ഞ് ഏകദേശം പിന്നെ ഉപ്പള കൈക്കമ്പ ടൗൺ, അതായത് നയാ ബസാർ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇനി വർക്ക് ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നയാ ബസാർ അണ്ടർ പാസ്, പിന്നെ കൈക്കമ്പ അണ്ടർ പാസ്, പിന്നെ ഉപ്പള മേൽപ്പാലം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മുടെ ഉപ്പള പാലം, പിന്നെ ഉള്ളത് ഓസങ്കടി ഓവർപാസ്. അങ്ങനെയുള്ള വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്.
ഉപ്പള നയാ ബസാർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റീഅലൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ അതായത് കൈക്കമ്പ് അണ്ടർപാസിൻ്റെ മാറ്റം വന്നതുകൊണ്ട് ഇവിടുത്തെ ഫുള്ള് വർക്ക് വീണ്ടും ഒരു ഇതായിട്ടുള്ളത്. ഇപ്പം ഫുള്ള് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ഏകദേശം വർക്ക് കഴിയാറായിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്തെ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പോൾ കൈക്കമ്പ അണ്ടർപാസിൻ്റെ രണ്ടാമത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഒരു സൈഡ് നേരത്തെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറുവശത്തെ അണ്ടർപാസിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്, അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പം നല്ല ഹൈ സ്പീഡുള്ള വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൈക്കമ്പ അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗം ഇപ്പോൾ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉപ്പള മേൽപ്പാലത്തിൻ്റെ രണ്ടാമത്തെ മേൽപ്പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് അടുത്ത് നടക്കും. ഏകദേശം അവസാനഘട്ട പിയർ വർക്കിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പിയർ വർക്ക്. അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗർഡർ രണ്ടാമത്തെ മേൽപ്പാലത്തിലേക്കുള്ള ഗർഡർ ലോഞ്ചിങ് ആരംഭിക്കും. അതിന് മുമ്പോടിയായിട്ടുള്ള ഈ ഇടതുവശത്തെ സർവീസ് റോഡ് അവർ ബ്ലോക്ക് ചെയ്യാനിടയുണ്ട്. അതായത് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഇടതുവശത്തെ സർവീസ് റോഡ് അവർ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് വലതുവശത്ത് കൂടി തന്നെ 2 വരിയായിട്ട് പാത ഇപ്പോൾ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പം ഉപ്പള ബസ് സ്റ്റാൻഡിന് മുമ്പ് നിന്നായിരിക്കും ഈ മംഗലാപുരത്തേക്കുള്ള ഡൈവേഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള വർക്ക് ഇപ്പോൾ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കൈക്കമ്പ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഏകദേശം വർക്ക് എവിടെത്തിയെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം മുകൾ ഭാഗത്തെ ഈ കമ്പി സ്റ്റീൽ വൈൻഡിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വശത്ത് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം ഏകദേശം അവസാന ഘട്ടത്തിലെത്തി. മറുവശത്ത് മാത്രം ഇനി റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് നടക്കാനുള്ളത്. കാണാം ഈ ഭാഗത്തൊക്കെ റീറ്റൈൻ വാൾ ഒരു വശത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മറുവശത്തെ റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. ഈ ഭാഗത്തൊക്കെ ഇനിയിപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പം അവർ നടക്കുന്നുണ്ട്. അതായത് ഒരു വശത്ത് ചില ഭാഗങ്ങളിൽ, അതായത് റീറ്റൈൻ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത് വരുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ റീറ്റൈൻ വാളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ ഭാഗത്ത് അവർ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. നല്ല ഹൈ സ്പീഡിലാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പം മഴയൊന്നും ഈ ഭാഗത്ത് അത്ര കാര്യമായിട്ട് നോക്കുന്നില്ല. മഴയൊന്നും അത്ര പ്രശ്നം വരുന്നില്ല. അതായത് ഇപ്പം മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട്. അപ്പം റീറ്റൈൻ വാൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് ഉയർത്താനുമുള്ള വർക്കും തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലതുവശത്ത് സർവീസ് റോഡിന് ഈ മെറ്റലിട്ട് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈടുന്ന് ഇനി നെക്സ്റ്റ് ഈടുന്നായിരിക്കും ഡൈവേഷൻ കൊടുക്കുക. 2 ഭാഗത്തേക്കും ഒരേ വശത്തൂടെയായിരിക്കും വാഹനങ്ങൾ ഇനി കടത്തി വിടുക. അപ്പം ഈ ക്രെയിൻ ഉണ്ടല്ലോ, ക്രെയിന് ഈ ഗർഡർ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ക്രെയിൻ ഇടതുവശത്തേക്ക് ഇത് ചെയ്യാനുണ്ട്. അതാണ് ഇപ്പോൾ 2 വരി ഈ ഒരു വശത്ത് തന്നെ ചെയ്യുന്നുള്ളത്. അപ്പം അതായത് ഏകദേശം കുമ്പള ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പ് ഇവർ ക്രെയിന് ഈ റെയിലിലൂടെയാണ് ഈ ക്രെയിൻ കൊണ്ടുപോകുന്നത്. അപ്പം അതിനായിട്ടുള്ള ഈ സർവീസ് റോഡ് ബ്ലോക്ക് ചെയ്യും. അതിനു വേണ്ടിയുള്ള ഇതാണ് വലതുവശത്തൂടെ 2 ലൈൻ പാത ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അതിലൂടെ ആയിരിക്കും വാഹനങ്ങൾ ഡൈവേഷൻ കൊടുക്കുക. എന്നിട്ട് ഉപ്പള മേൽപ്പാലത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെയും മറ്റും വർക്കുകൾ കഴിഞ്ഞാൽ ഗർഡർ ലോഞ്ചിങ് വർക്ക് ആരംഭിക്കും. കാണാൻ ഉപ്പള ടൗണിലുള്ള അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സുഹൃത്തുക്കളെ, ലാസ്റ്റ് ഡ്രോൺ ഇറക്കുന്ന സമയത്താണ് നമ്മളെ കടൽക്കാക്ക ആക്രമിക്കാൻ വന്നത്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഡ്രോൺ രക്ഷപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തിരിക്കുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്നും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.